വാം വെൽക്കം എവരി വൺ. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ ബേസിക്കലി കവർ ചെയ്ത് പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സിലെ ഗ്രേഡിയൻറ്റ് ഡൈവേർജൻസ് റിലേറ്റഡ് റൈറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗ്രേഡിയൻറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഞാനൊരു ഫംഗ്ഷൻ എടുത്തു. ആ ഫംഗ്ഷൻ ഏറ്റവും അധികം ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന വെക്റ്റർ റൈറ്റ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ തരുന്നതാണ് ബേസിക്കലി ഗ്രേഡിയൻറ്റിൻ്റെ ജോലി. അത് ഡയറക്ഷൻ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. നമുക്കറിയാം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് എടുത്തില്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമത്തിനെയാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. ബട്ട് അവിടെ ഒരിക്കലും അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ ഇല്ല. ബട്ട് ഗ്രേഡിയൻ്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇത് ഫോർമലി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ഗ്രേഡിയൻറ്റ് ഈസ് എ വെക്റ്റർ ദാറ്റ് പോയിൻറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻക്രീസ് ഓഫ് എ ഫംഗ്ഷൻ റൈറ്റ്. സോ ഇതിന് വളരെ വലിയ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. സപ്പോസ് ഞാൻ ഒരു ഹില്ല് കയറുകയാണ് റൈറ്റ്. ഒരു ഹില്ലിൽ ഞാൻ കയറുകയാണ്. ഹില്ലിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണ് റൈറ്റ്. അപ്പം ഹില്ലിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പം എൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പാത്തായിട്ടാണ് വരുന്നത് റൈറ്റ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഗ്രേഡിയൻറ്റ് വരുന്നത്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നിൽക്കുന്നതിൽ നിന്ന് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ആയിട്ടുള്ള സ്ലോപ്പാണ്. അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഇങ്ങോട്ടുള്ള ഗ്രേഡിയൻറ്റ് കാണിക്കുന്നത്, ഈ ഡയറക്ഷനിലുള്ള ഗ്രേഡിയൻറ്റ് കാണിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്ലോപ്പാണ് ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ. സിമിലർലി ഇത് ഡൗൺവേർഡ് ആയിട്ട് കാണിക്കുന്ന ലോവസ്റ്റ് ആയിട്ടുള്ള സ്ലോപ്പുമാണ്. സോ ഇങ്ങനെ 2 ഡയമെൻഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഗ്രേഡിയൻറ്റ് കാണിക്കുന്നത് അത് അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നു പറയുന്നത് ടാൻജൻസ് ആണ് റൈറ്റ്. അത് ബേസിക്കലി ടാൻജൻ്റ് ആയിട്ടാണത് റെപ്രസെൻറ്റഡ് ആകുന്നത്. ആ ടാൻജൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പറയുന്നത് ഡയറക്ഷൻ ഓഫ് സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസും ആയിരിക്കും റൈറ്റ്. സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ 3 ഡയമെൻഷണൽ കേസ് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ 2 ഡയമെൻഷനിലെ ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞു, അത് സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് വരുന്നതാണെന്ന് പറഞ്ഞു. സിമിലർലി നമ്മൾ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ സപ്പോസ് ഞാൻ എർത്ത് എടുക്കുകയാണ്. ഈ എർത്തിൻ്റെ എയറിൻ്റെ ഡെൻസിറ്റി ഞാൻ ചെക്ക് ചെയ്യണം. എയറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം മുകളിലോട്ട് പോകുന്തോറും അത് കുറഞ്ഞു പോകുന്നതാണ്. അതിൻ്റെ ആ ടൈമിൽ നമ്മൾ ഗ്രേഡിയൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ ഫോമിലായിരിക്കും വരുന്നത് റൈറ്റ്. ഈ ഫോമിൽ നിറയെ ഇതായിട്ടായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത് 3D കേസിലാണെങ്കിൽ ബേസിക്കലി ഗ്രേഡിയൻസ് തരുന്നത് സർഫസ് നോർമൽ ടു പർട്ടിക്കുലർ പോയിൻറ്റ്സ് ആണ് റൈറ്റ്. സർഫസിന് നോർമൽസ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് ആണ് 3D കേസ് ആണെങ്കിൽ. നേരത്തെ കണ്ട 2D ആയിരുന്നപ്പം അത് ടാൻജൻ്റ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്തായിരുന്നു. ഇനി നേരത്തെ തന്നെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് റൈറ്റ്. അപ്പം ഇതൊരു സ്കെയിലറിനെ ആക്ട് ചെയ്ത് വെക്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ബേസിക്കലി ഗ്രേഡിയൻറ്റ് ചെയ്യുന്നത് റൈറ്റ്. അപ്പോൾ ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഈസ് എ വെക്റ്റർ. ഇനി ആ ഗ്രേഡിയൻറ്റിൻ്റെ ഡെഫിനിഷൻ വന്നു പോകുന്നത് ഗ്രേഡിയൻറ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ആദ്യം ആ വെക്റ്റർ ഓപ്പറേറ്റർ എഴുതുകയാണ്. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ട് എഴുതുകയാണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് റൈറ്റ്, യൂണിറ്റ് വെക്റ്റർ എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എ ഇസെഡ് റൈറ്റ്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനാവുമ്പോൾ. സിമിലർലി നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എടുത്തത് ഒരു ഫംഗ്ഷൻ W ആണെന്ന് കരുതുക റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ചെക്ക് ചെയ്യാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നമ്മൾ ഗ്രേഡിയൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡോ ബൈ ഡോ ആർ എ ആർ റൈറ്റ് പ്ലസ് അടുത്ത നമുക്കറിയാം ആർ ഇൻറ്റു ഡി ഫൈ ആയിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ എ ഫൈ റൈറ്റ് പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് എ ഇസെഡ്. ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് സ്പിറിക്കൽ കോർഡിനേറ്റ്സ് ചെക്ക് ചെയ്യാം. സ്പിറിക്കൽ കോർഡിനേറ്റ്സിൽ ഡോ ബൈ ഡോ ആർ എ ആർ പ്ലസ് 1/r ഡോ ബൈ ആർ തീറ്റ ഫൈ ആണ്. സോ അതുകൊണ്ട് ഡോ ബൈ ഡോ തീറ്റ എ തീറ്റ റൈറ്റ് പ്ലസ് 1/r സൈൻ തീറ്റ റൈറ്റ്. 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ ഓഫ് എ ഫൈ. ഇത് സ്പിറിക്കൽ ആവുമ്പോൾ
കറസ്പോണ്ടിങ് ഒരു ഫംഗ്ഷൻ്റെ എടുക്കുമ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് ഡബ്ല്യു ആയിട്ടാണ് എടുക്കുന്നത്. സോ ഗ്രേഡിയൻ്റ് ഓഫ് ഡബ്ല്യു ഈക്വൽ ടു നേരത്തെ എഴുതി കണക്കാകുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യു എ എക്സ് പ്ലസ് ഡോ ബൈ വൈ ഓഫ് ഡബ്ല്യു എ വൈ റിലേറ്റഡ്ലി പോകും. സോ അടുത്ത് നമ്മൾ ഈ ഗ്രേഡിയൻറ്റിനെ റിലേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ, ഗ്രേഡിയൻ്റ് എപ്പോഴും തരുന്നത് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്. സിമിലർലി അടുത്ത നോട്ട് ചെയ്യേണ്ടത് ഗ്രേഡിയൻ്റ് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചും കൂടെയാണ്. റൈറ്റ്, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചും കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഗ്രേഡിയൻറ്റിൻ്റെ ഫോമിലാണ്. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ. സിമിലർലി ഗ്രേഡിയൻ്റ് അറ്റ് എനി പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയിരിക്കും. ഒരു 3D ഡയമെൻഷനിൽ എടുക്കുമ്പോഴത്തേക്ക് പെർപെൻഡിക്കുലർ ടു ദ സർഫസും 2 ഡയമെൻഷനിലാണെങ്കിൽ അത് കറസ്പോണ്ടിംഗ്ലി ടാൻജൻറ്റും ആയിട്ടായിരിക്കും വരുന്നത്. സോ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എ പർട്ടിക്കുലർ സ്കെയിലർ ഫീൽഡ് ആൽഫ ഈസ് എ, ആൽഫ ഈക്വൽ ടു 20 e raised to minus x sin pi y by 6. B, alpha equal to 25 r sin phi, and C, alpha equal to 40 cos theta by r square. Find its gradient at P 0, 1, 1 for Cartesian, P root 2 pi by 2, 5 for cylindrical, and P 360 degree 30 degree for spherical coordinates. ഫസ്റ്റ് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ളത് ചെക്ക് ചെയ്യാം. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആൽഫ ഈക്വൽ ടു 20 e raised to minus x sin pi y by 6, റൈറ്റ്. ഇനി ഇതിൻ്റെ കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കാർട്ടീഷ്യനിലെ ഗ്രേഡിയൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനെ ആദ്യം പാർഷ്യലി ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് പാർഷ്യലി ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ പ്ലസ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് ചെയ്യേണ്ടത്. സോ ഞാൻ ഡെൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൽഫ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഡെൽ ആൽഫ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ്, റൈറ്റ്, ഈ ഫംഗ്ഷൻ 20 e raised to minus x sin pi y by 6, right, ax, right, plus similarly next dou by dou y of again ഇതേ ഫംഗ്ഷൻ 20 e raised to minus x sin pi y by 6 ay, right. Similarly next dou by dou z 20 e raised to minus x sin pi y by 6 az, റൈറ്റ്. ഇനി ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യാം. സോ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ടാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. സോ 20 sin pi y by 6 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ ഫസ്റ്റ് ടേമിന്, അതായത് ഞാൻ ഈ ടേമിൻ്റേത് 20 sin pi y by 6, കാരണം പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെത് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്, റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് വൺ ഇതിൻ്റെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. അപ്പം ബാലൻസ് ഉള്ള ആദ്യം കോൺസ്റ്റൻസ് എടുത്ത് എഴുതുകയാണ് 20 ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി സൈൻ പൈ വൈ ബൈ സിക്സിൻ്റെത് കോസ് പൈ വൈ ബൈ 6 ഇൻറ്റു പൈ ബൈ 6, റൈറ്റ്, പൈ ബൈ 6. ഇത് കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ എ വൈ. സിമിലർലി ഇവിടെ കറസ്പോണ്ടിങ് എ എക്സ്, ഇത് 6 ആയിരുന്നു, റൈറ്റ്, ഓക്കെ. ഇനി നെക്സ്റ്റ് ഈ ടേമിൻ്റെത് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഇസഡ് ഇതെല്ലാം കോൺസ്റ്റൻസേ ഉള്ളൂ, ഇസഡിൻ്റെ ടേം ഒന്നും തന്നെയില്ല. അപ്പോൾ ഇത് റൗണ്ട്സ് ടു 0. ഇവിടെ വേരിയബിളായിട്ട് ഇസഡ് ഇല്ല, അതുകൊണ്ടത് 0 ആയി. ഇനി നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് അറ്റ് പോയിൻറ്റ് P 0, 1, 1 റൈറ്റ്. അപ്പോൾ P 0, 1, 1 എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമിലർലി വൈ ഈക്വൽ ടു 1, ഇസഡ് ഈക്വൽ ടു 1. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് 1 വരുന്നതെന്ന് പറയുന്നത് ഇ റൈസ് ടു, ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് 20 സൈൻ പൈ ബൈ 6, റൈറ്റ്, y ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. സോ 20 സൈൻ പൈ ബൈ 6 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0. ഇ റേസ് ടു മൈനസ് 0 എന്ന് പറയുന്നത് 1 ആണ്, റൈറ്റ്. അപ്പോൾ മൈനസ് 1, റൈറ്റ്, എ എക്സ്. സിമിലർലി അടുത്ത ടേം എന്ന് പറയുന്നത് പ്ലസ്, ഈ ടേമാണ് ഞാനിപ്പോൾ എഴുതുന്നത്, പ്ലസ് 20 എഗെയിൻ ഇ റേസ് ടു 0 ഈസ് 1 ആണ്, കോസ് പൈ ബൈ 6 ഇൻറ്റു ഒരു പൈ ബൈ 6 എന്നുള്ളത് എ വൈ,
സോ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് -10AX പ്ലസ് 9.0689 AY ആയിട്ട് വന്നു. റൈറ്റ്. സോ ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ അറ്റ് ദ പോയിന്റ് പിയിലുള്ള ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിലിണ്ടറിക്കൽ കേസാണ്. ഇവിടെ നമ്മുടെ സിലിണ്ടറിക്കൽ കേസിൻ്റെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 25R sin phi, റൈറ്റ്, 25R sin phi. ഇതിൻ്റെ ഗ്രേഡിയൻ്റ് തരുന്നത് കറസ്പോണ്ടിംഗ്ലി ഈ എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. റൈറ്റ്. സോ ഗ്രേഡിയൻ്റ് ആൽഫ, റൈറ്റ്, ഗ്രേഡിയൻ്റ് ആൽഫ ഈക്വൽ ടു ഈ ഫംഗ്ഷനെ ഈ ഫോമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ വിത്ത് റെസ്പെക്ട് ടു ആർ നമ്മൾ ചെയ്യുമ്പം ഫസ്റ്റ് വരുന്നത് 25, റൈറ്റ്, sin phi 25 sin phi AR, റൈറ്റ്. അത് ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പം ആറ് മാത്രം വേരിയബിൾ ആയിട്ടുള്ളൂ, 25 sin phi കോൺസ്റ്റൻ്റ് ആണ്. ആറ് വിത്ത് റെസ്പെക്ട് ടു ആറ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ അത് 1 ആയിട്ട് വന്നു. സോ 25 sin phi AR പ്ലസ് നെക്സ്റ്റ് ഇവിടെ ഒരു 1/r ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ 1/r യൂസ് ചെയ്തു. 1/r നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 25R എന്ന് പറയുന്ന കോൺസ്റ്റൻ്റായി sin phiൻ്റെ cos phi ആയി, cos phi A5, റൈറ്റ്. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ്. ഇസഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അത് 0 ആയിട്ട് മാറി, റൈറ്റ്. അപ്പം ഇനി അറ്റ് ദ പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് √2, റൈറ്റ്. ആ പോയിൻറ്റ്സ് P √2 π/2 ആണിത്. π/2, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് R 5Z ആറാണ് ഈ തന്നിരിക്കുന്ന, 5 ആണിത്. സിമിലർലി ഇസഡും ആണ്. സോ ആറിന് ഞാൻ √2, സിമിലർലി 5ന് π/2, 5 π/2, സിമിലർലി ഇസഡ് 5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ 5ന് π/2 അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് 25 AR ആയിട്ട് വന്നു. സിമിലർലി ഇവിടെ ഉള്ളത് √2 ആണ്. അപ്പം 25 √2 cos phi വരുന്നത്. ഇപ്പോൾ cos phi എന്ന് പറയുന്നത് 0 ആണ്. സോ 25 AR ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സിമിലർലി നെക്സ്റ്റ് നമുക്ക് സ്പിറിക്കലിൻ്റെ കേസ് നോക്കാം. സ്പിറിക്കലിൻ്റെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ആൽഫ ഈക്വൽ ടു 40 cos θ/r² എന്നാണ്. സോ അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഡെൽ ആൽഫ ഈക്വൽ ടു ഈ ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ ആദ്യം ഞാൻ വിത്ത് റെസ്പെക്ട് ടു ആർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ 40 cos θ, റൈറ്റ്, 40 cos θ 1/r, ആർ എന്ന് പറയുന്നത്, റൈറ്റ്, ആർ 1/r² ആയിട്ടാണുള്ളത്. സോ അത് r⁻² ആയിട്ട് എടുക്കാം. അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് -2 × r⁻³ ആയിട്ട് വരും, റൈറ്റ്. സോ അത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -2/r³ ആയിട്ട് മാർക്ക് ചെയ്യാണ്, റൈറ്റ്. ഇത് ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ AR, റൈറ്റ്, പ്ലസ് നെക്സ്റ്റ് 1/r δ/δθ, ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് ചെയ്യുന്നത്. സോ 40/r², 40/r² cos θ എടുത്ത് -sin θ Aθ, റൈറ്റ്. സിമിലർലി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 1/r sin θ ആദ്യം ഉണ്ട്, 1/r sin θ. ഇനി ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. ഫൈയുടെ ടേംസ് ഇതിനകത്തില്ല. സോ 0, റൈറ്റ്. സോ ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ നമുക്ക് എഴുതാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് -80 cos θ/r³, റൈറ്റ്, AR പ്ലസ് നെക്സ്റ്റ് 40/r³ -sin θ. സോ അത് ഞാൻ ഈ കണക്റ്റിംഗ് സൈൻ മൈനസ് ആക്കുകയാണ്, -sin θ Aθ. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 360 ഡിഗ്രി 30 ഡിഗ്രിയാണ്. സോ 360 ഡിഗ്രി 30 ഡിഗ്രിയിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. r θ phi, റൈറ്റ്, r θ phi. സോ ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് -1.4814 AR, റൈറ്റ്, -0.9362 Aθ, റൈറ്റ്. ഇതാണ് നമ്മൾ ഫൈനൽ ആൻസർ ആയിട്ട് ഈ പോയിന്റിലുള്ള ഗ്രേഡിയൻ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അഗെയിൻ ഇതിൻ്റെ ആൻസർ തന്നെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. ഈ തരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. വിത്ത് റെസ്പെക്ട് ടു ഡയറക്ഷൻ സഹിതമാണ് തരുന്നത്. R ഡയറക്ഷൻ, സിമിലർലി θ ഡയറക്ഷൻ. ബാലൻസ് ഉള്ള കേസുകളിലും ഇതേ കണക്കായിരുന്നു വന്നിരുന്നത്.
നെക്സ്റ്റ് ടോപ്പിക്ക് ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസ് ബേസിക്കലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു വെക്ടർ ഫീൽഡിനാണ്. അതൊരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ എടുക്കുന്നത്. ആ പർട്ടിക്കുലർ പോയിന്റിൽ ഔട്ട്വേർഡ് ആയിട്ട് പോകുന്ന ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയമാണ് ബേസിക്കലി ഡൈവേർജൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഫിഗർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു പോസിറ്റീവ് ഡൈവേർജൻസ് ഉള്ള ഫിഗറാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്, റൈറ്റ്. അപ്പം ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഈ പോയിന്റിൽ നിന്ന് ഇതാണ് നമ്മുടെ പോയിൻ്റെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഔട്ട്വേർഡ് ആയിട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഡൈവേർജൻസ് എന്ന് പറയുന്ന ഡെൽ ഡോട്ട് വി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്ന, റൈറ്റ്. ഡോട്ട് ഓപ്പറേറ്ററാണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, റൈറ്റ്. ഗ്രേറ്റർ ദാൻ 0 ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്, കാരണം അത് ഔട്ട്വേർഡ് ആയിട്ട് പോകുന്നുണ്ട്. സിമിലർലി ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് അതല്ല, നമ്മൾ ഫ്ലക്സ് മുഴുവൻ അകത്തോട്ടാണ് വരുന്നത്, റൈറ്റ്. ഈ ഫോമിൽ വരുന്നത്, ഈ ഫോമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഡെൽ ഡോട്ട് വി ലെസ് ദാൻ 0 ആയിരിക്കും, റൈറ്റ്. സിമിലർലി ഡൈവേർജൻസ് 0 ആവുന്നതാണ് ഞാൻ നെക്സ്റ്റ് വരയ്ക്കുന്നത്. ഇവിടെ ഒരു ഫ്ലക്സ് ലൈൻ അപ്വേർഡ് പോയി, മറ്റൊരു ഫ്ലക്സ് ഡൗൺവേർഡ് പോയി, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന കേസുകളിൽ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് വി ഈക്വൽ ടു 0 ആയിരിക്കും, റൈറ്റ്. സോ ഇനി നമുക്കിതിൻ്റെ ഫോർമൽ ഡെഫിനിഷനിലേക്ക് പോകാം. ഡൈവേർജൻസ് ഡിഫൈൻ ചെയ്യുന്നത് പറയുന്നത് ആസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഡിഫൈൻഡ് ആസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് ദ ഫ്ലക്സ് per unit volume, right. Net outward flow of the flux per unit volume over a closed surface. ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇതിൽ നമ്മൾ എടുക്കുന്ന വോളിയം, റൈറ്റ്, പെർ യൂണിറ്റ് വോളിയം ഓവർ എ ക്ലോസ്ഡ് സർഫസ് എന്നാണ്. ആ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഷ്രിങ്ക് ചെയ്ത് ആ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ അപ്രോക്സിമേറ്റഡ് ആകുമ്പോഴുള്ളതാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആ എക്സ്ട്രീം കേസ് അല്ലെങ്കിൽ ആ വോളിയം കറസ്പോണ്ടിംഗ്ലി ടെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ വി 10/0 ആകുമ്പോഴാണ് എക്സാക്ട്ലി ഈ പറയുന്ന ഡിഫറൻഷ്യൽ വോളിയം എത്തുമ്പോഴാണ് നമ്മൾ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റൈറ്റ്. സോ ലാസ്റ്റ് നമ്മൾ ചെയ്ത കണക്ക് ഡൈവേർജൻസ് കാർട്ടീഷ്യൻ, സിമിലർലി സിലിണ്ടറിക്കൽ, സിമിലർലി സ്പെറിക്കൽ കോർഡിനേറ്റ്സിലുള്ള നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എഴുതാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ എഴുതുമ്പം ഡെൽ ഡോട്ട് എഫ് ആയിട്ട്, അതായത് ഫംഗ്ഷൻ എഫ് യൂസ് ചെയ്യുമ്പം ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ്, റൈറ്റ്. എഫ് എക്സ് പ്ലസ്, ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്തിരിക്കണം, ഡൈവേർജൻസിൻ്റെ റിസൾട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ്, ഒരു വാല്യൂ ആയിട്ടായിരുന്നു. ഗ്രേഡിയൻറ്റിലാവുമ്പോഴോ നേരെ തിരിച്ചായിരുന്നു. അത് ആക്ട് ചെയ്തിരുന്നത് ഒരു സ്കെയിലറിനെ ആക്ട് ചെയ്ത് വെക്ടറാക്കി. ഇവിടെയാണെങ്കിലോ ഒരു ബേസിക്കലി ഒരു വെക്ടർ ഫീൽഡിനെ കറസ്പോണ്ടിംഗ്ലി അത് സ്കെയിലറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, റൈറ്റ്. സോ ഇത് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എഫ് ഇസെഡ്. ഇതാണ് നമ്മുടെ ഡൈവേർജൻസ് ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ വരുമ്പോൾ. സിമിലർലി നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ എടുക്കുമ്പം ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു, റൈറ്റ്, 1/r ഡോ ബൈ ഡോ ആർ ഓഫ് ആർ എഫ് ആർ, റൈറ്റ്. ആർ എഫ് ആർ പ്ലസ് 1/r ഡോ ബൈ ഡോ ഫൈ ഓഫ് എഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എഫ് ഇസെഡ്, റൈറ്റ്. ഇത് സിലിണ്ടറിക്കലിൽ. സിമിലർലി നമുക്ക് അവസാനത്തെ സ്പെറിക്കൽ കോർഡിനേറ്റ്സിലുള്ള ചെക്ക് ചെയ്യാം. അഗെയിൻ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 1/r², റൈറ്റ്. ഇത് സിമിലർ ആയിട്ടാണ് പോകുന്നത്. 1/r² ഡോ ബൈ ഡോ ആർ ഓഫ് r² എഫ് ആർ, റൈറ്റ്. പ്ലസ് ഇവിടെ നമുക്കറിയാം ആർ സൈൻ തീറ്റയാണ് എടുത്തിരിക്കുന്ന വാല്യൂ. സോ 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ എഫ് തീറ്റ, റൈറ്റ്. പ്ലസ് 1/r സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ എഫ് ഫൈ, റൈറ്റ്. സോ ഇത് സ്പെറിക്കലിനെ കറസ്പോണ്ട് ചെയ്യും. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാരണമാണ് സോളിനോയിഡൽ എന്ന് പറയുന്നത്, റൈറ്റ്. ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് സോളിനോയിഡലാണെന്ന് പറയുമ്പം അതിൻ്റെ ഡൈവേർജൻസ്, റൈറ്റ്, ഡെൽ വി, റൈറ്റ്, ഡെൽ ഡോട്ട് വി ഈക്വൽ ടു എന്ന് പറയുന്നത് 0 ആയിരിക്കും. സപ്പോസ് ഞാൻ അത് എടുക്കുന്നത് ഒരു കോയിൽ വൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാം, റൈറ്റ്. കോയിൽ ഇതുപോലെ വൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഇതിൽ നിന്ന് കിട്ടുന്ന ഫ്ലക്സ് ഞാൻ മാർക്ക് ചെയ്യാണ്. സോ ഇതിൻ്റെ ഫ്ലക്സ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഫ്ലക്സ് നമുക്ക് ഈ ഫോമിൽ പോവാണ്, റൈറ്റ്. ഇവിടെ നിന്ന് ഔട്ട്വേർഡ് ആയിട്ട് പോകുന്നു. സിമിലർലി ഇത് ഇൻവേർഡ് ആയിട്ട് പോകുന്നു. ഇത് ഇൻവേർഡ്, ഇത് ഔട്ട്വേർഡ്. അപ്പോൾ ഇതിൽ നെറ്റ് ഫ്ലക്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം 0 ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ആ ഫ്ലക്സ് വന്ന് പോകുന്നത്.
ഒരിടത്ത് അത് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു പോയിന്റിൽ അത് എൻ്റർ ചെയ്താണ് വരുന്നത്, റൈറ്റ്. ഇവിടെ മുഴുവൻ എൻ്റർ ചെയ്തു, ഇവിടെ നിന്ന് ലീവ് ചെയ്തു. സോ ഈ കറസ്പോണ്ടിങ് സോളിനോയിഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് കറസ്പോണ്ടിങ്ലി ഡെൽ ഡോട്ട് വി ഈക്വൽ ടു 0 ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ഇതുമായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഡൈവേർജൻസ് തിയറം. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു ട്യൂട്ടോറിയൽ സെഷനിൽ കാണും. എഗെയിൻ എനിവേ ഇത് ഡൈവേർജൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ ഡൈവേർജൻസ് തിയറവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാം. ഡൈവേർജൻസ് തിയറം ബേസിക്കലി ഒരു വോളിയം ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് മാർക്ക് ചെയ്തിരിക്കുന്നത് വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എഫ്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡൈവേർജൻസ് എടുക്കുമ്പം, റൈറ്റ്, ഡെൽ ഡോട്ട് എഫ് വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് എടുക്കുമ്പം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഫോമിലാണ്. സോ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എസ് ആയിട്ട് വന്നു, റൈറ്റ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡൈവേർജൻസ് എടുത്തു, അതിൻ്റെ വോളിയം ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എപ്പോഴും സർഫസ് ഇൻ്റഗ്രലിന് ഇക്വലൻ്റ് ആയിരിക്കും. സോ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ഡൈവേർജൻസ് അറ്റ് പി 0 to 3 ഫോർ ദ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു 2x മൈനസ് വൈ എ എക്സ് പ്ലസ് വൈ സ്ക്വയർ എ വൈ പ്ലസ് 0 എ സെഡ്. സോ ഈ തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്. കാരണം എ എക്സ് എ വൈ എ സെഡ് വഴി നമുക്ക് കാർട്ടീഷ്യൻ ആണെന്ന് അറിയാൻ പറ്റി. സോ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ ഇതാണ്. സോ ആദ്യം നമുക്ക് ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു, റൈറ്റ്, ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു ആദ്യം ഈ ഫംഗ്ഷൻ എ എക്സിൽ വരുന്ന ഈ ഫംഗ്ഷനെ കറസ്പോണ്ടിംഗ്ലി പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. സോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 2, റൈറ്റ്, പ്ലസ് ഇനി വൈ സ്ക്വയർ എ വൈ ആണ്, അത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. സോ പ്ലസ് 2y, റൈറ്റ്. 2 + 2y ആണ് ഇതിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി അറ്റ് ദ പോയിൻറ്റ് 0, 2, 3 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അറ്റ് ദ പോയിൻറ്റിന് വേണ്ടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ y ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടെ അറ്റ് ദ പോയിന്റിൽ നമുക്ക് കിട്ടുന്നത് 6 ആയിട്ട് വരും, റൈറ്റ്. അറ്റ് ദ പോയിന്റിൽ 6 ആയിട്ട് വന്നു, കാരണം 2 + 2 × 2 ഈക്വൽ ടു 6. സോ ഡൈവർജൻസ് എന്ന് പറയുന്നത് 6 ആയിട്ട് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കമൻറ്റ് ഓൺ സോളിനോയിഡൽ പ്രോപ്പർട്ടി ഓഫ് വെക്ടർ ഫീൽഡ് എ ഈക്വൽ ടു വൈ സെഡ് എ എക്സ് പ്ലസ് ഇസഡ് എക്സ് എ വൈ പ്ലസ് എക്സ് വൈ എ സെഡ് എന്നാണ്, റൈറ്റ്. അപ്പം സോളിനോയിഡൽ പ്രോപ്പർട്ടി ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൈവേർജൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഡൈവേർജൻസ് എഗെയിൻ ഡെൽ ഡോട്ട് എ, റൈറ്റ്, ഈക്വൽ ടു എഗെയിൻ ഇത് ചെക്ക് ചെയ്യുക ഏത് കോർഡിനേറ്റ്സ് ആണെന്ന്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് തന്നിരിക്കുന്നത്. സോ നേരത്തെ ചെയ്ത കണക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ ഫംഗ്ഷനിൽ ചെയ്യുക. സോ അത് 0 എന്ന് വന്നു. നെക്സ്റ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഈ ഫംഗ്ഷനിൽ ചെയ്യുക, റൈറ്റ്. അപ്പം എഗെയിൻ അത് 0 എന്ന് വന്നു. സിമിലർലി ലാസ്റ്റ് കേസിലും എടുക്കുമ്പം 0 എന്ന് വന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി ഒരു സോളിനോയിഡൽ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു സോളിനോയിഡലാണ്, റൈറ്റ്. ഈ ഫംഗ്ഷൻ ഒരു സോളിനോയിഡൽ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ സോളിനോയിഡൽ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നതുമാണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേൾ ഓഫ് എ വെക്ടറാണ്. ഒരു വെക്ടറിൻ്റെ സർക്കുലേഷനെ റിലേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷനാണ് കേളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഞാൻ ഫിഗർ വഴി തന്നെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഞാൻ ഒരു വെക്ടർ ഫീൽഡ് എടുത്തു. ആ വെക്ടർ ഫീൽഡ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അത് ഈ ഫോമിലാണ് ആ വെക്ടർ ഫീൽഡ് റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റൊട്ടേഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കേൾ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇത് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കേൾ നമുക്കിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്, റൈറ്റ്. ഇനി സിമിലർലി നെക്സ്റ്റ് കേസ് ഞാൻ ചെക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കേളൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നമ്മൾ എടുക്കുമ്പം ഇത് റൊട്ടേഷനൊന്നുമില്ല, ഇത് പാരലായിട്ട് ലൈൻസ് ആയിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കൺസർവേറ്റീവ് ഫീൽഡാണ്. ഇതിൽ കേൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും, റൈറ്റ്. ഇതിനൊരു റൊട്ടേഷണൽ പ്രോപ്പർട്ടി ഇല്ല. അപ്പം ഓർക്കേണ്ട കാര്യം ഇതാണ്, ഒരു വെക്ടറിന് ഓഫർ ചെയ്യപ്പെടുന്ന റൊട്ടേഷണൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്നതാണ് കേളിൻ്റെ ഡ്യൂട്ടി. സോ ഇനി ഇതിൻ്റെ ഫോർമൽ ഡെഫിനേഷനിലേക്ക് പോകാം. കേൾ ഓഫ് എ വെക്ടർ ഈസ് ആക്ച്വലി ദ സർക്കുലേഷൻ ഓഫ് എ വെക്ടർ ഫീൽഡ് എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്, റൈറ്റ്. ദ സർക്കുലേഷൻ ഓഫ് എ വെക്ടർ ഫീൽഡ് എറൗണ്ട് എ ക്ലോസ്ഡ് പാത്താണ് ബേസിക്കലി കേളിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, റൈറ്റ്. ഇനി കേളിനെ നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് ഈ കേളിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എസ് എൻ ടെൻഡ് ഇൻറ്റു 0 വിത്ത് ലൈൻ ഇൻ്റഗ്രൽ, റൈറ്റ്. ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് എൻ, റൈറ്റ്. അപ്പം ഇതിൽ നിന്ന് നോക്കേണ്ടത് ഈ ഡെൽറ്റ എസ് എൻ എന്ന് പറയുന്ന ഒരു സ്മോൾ ഏരിയ ആണ്, റൈറ്റ്. ഈ സ്മോൾ ഏരിയ 10/0 ആകുമ്പം ഉണ്ടായിരിക്കുന്ന സർക്കുലേഷനാണ് ബേസിക്കലി കേളായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ എഴുതുമ്പം ദാറ്റ് ഈസ് മാക്സിമം സർക്കുലേഷൻ ഓഫ് എഫ്, റൈറ്റ്. മാക്സിമം സർക്കുലേഷൻ ഓഫ് എഫ് പെർ യൂണിറ്റ് ഏരിയ ആസ് ഏരിയ ടെൻസ് ടു 0 whose direction is normal to the surface.
right? That is maximum circulation of F per unit area as area tends to 0, right? As area tends to 0, whose direction is normal to the surface. സോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഇത് ബേസിക്കലി ഒരു വെക്ടർ ഫീൽഡിൻ്റെ റൊട്ടേഷണൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സർക്കുലേഷൻ പ്രോപ്പർട്ടിയാണ് ഈ കേൾ തരുന്നത്. അപ്പം ഇനി ഇതിനെ കറസ്പോണ്ടിംഗ്ലി നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത കണക്ക് കാർട്ടീഷ്യൻ, സിലിണ്ട്രിക്കൽ ആൻഡ് സ്പിറിക്കൽ കോർഡിനേറ്റ്സിലേക്കായിട്ട് എഴുതാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു, റൈറ്റ്, മെട്രിക്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, എ എക്സ്, എ വൈ, സിമിലർലി എ ഇസെഡ്. അത് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്, എഫ് എക്സ്, റൈറ്റ്, എഫ് എക്സ്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എ എക്സ് വരുന്ന പാർട്ടാണ് എടുത്തിരിക്കുന്നത്, എഫ് എക്സ്, സിമിലർലി എഫ് വൈ, സിമിലർലി എഫ് ഇസെഡ്. ഇത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സിമിലർലി നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 1/r എ ആർ ആർ എ ഫൈ എ ഇസെഡ്, ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ ഫൈ, ഡോ ബൈ ഡോ ഇസെഡ്, എഫ് ആർ എഫ് ഐ എഫ് ഇസെഡ്, റൈറ്റ്. ഇത് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്. സിമിലർലി നമുക്ക് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ചെക്ക് ചെയ്യാം. സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 1/r² സൈൻ തീറ്റ, റൈറ്റ്. ഇവിടെ 1/r ആയിരുന്നു, ഇവിടെ 1/r² സൈൻ തീറ്റ, എ ആർ ആർ എ തീറ്റ, റൈറ്റ്, എ ആർ ആർ എ തീറ്റ, ആർ സൈൻ തീറ്റ, എ ഫൈ, ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ ഫൈ, എഫ് ആർ ആർ എഫ് തീറ്റ, ആർ സൈൻ തീറ്റ, എഫ് ഐ, റൈറ്റ്. സോ കാർട്ടീഷ്യൻ ഇതായിരുന്നു, സിലിണ്ട്രിക്കൽ ഈ ഫോമിൽ വന്നു, സിമിലർലി സ്പിറിക്കൽ നമുക്ക് ഈ ഫോമിലാണ് വരുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഫീൽഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്, റൈറ്റ്. ഇത് ഫസ്റ്റ് ഫീൽഡ്, ഇത് സെക്കൻഡ് ഫീൽഡ്, സിമിലർലി ഇത് തേർഡ് ഫീൽഡ്. ഈ 3 ഫീൽഡും സോളിനോയിഡിലാണോ, സിമിലർലി അതിനോടൊപ്പം അതിൻ്റെ റൊട്ടേഷണൽ പ്രോപ്പർട്ടീനെ കുറിച്ച് കമൻറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത്. സോളിനോയിഡൽ ആൻഡ് സിമിലർലി റൊട്ടേഷണൽ പ്രോപ്പർട്ടി. ഫസ്റ്റ് ഫീൽഡ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഫീൽഡിൽ ഇത് കറസ്പോണ്ടിംഗ്ലി എല്ലായിടത്തു നിന്നും, അതായത് നമ്മളൊരു പോയിന്റ് പി എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് പിയിൽ നിന്ന് ഇത് എല്ലായിടത്തേക്കും ഡൈവേർജ് ചെയ്ത് പോവുകയാണ്, റൈറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഡെൽ ഡോട്ട് എഫ് നോട്ട് ഈക്വൽ ടു 0, റൈറ്റ്. അപ്പം ഡെൽ ഡോട്ട് എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഇത് നോട്ട് സോളിനോയിഡിലാണ്, റൈറ്റ്. അല്ലെങ്കിൽ ഇത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ നോട്ട് സോളിനോയിഡിലാണ് ഈ ഫംഗ്ഷൻ, റൈറ്റ്. സിമിലർലി ഇതിൻ്റെ റൊട്ടേഷണൽ പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇതിന് റൊട്ടേഷൻ ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം റൊട്ടേറ്റ് ചെയ്യാതെ പാരലൽ ലൈൻസ് ആയിട്ടാണ് പോകുന്നത്, റൈറ്റ്. സോ ഇത് നോട്ട് സോളിനോയിഡൽ ആൻഡ് നോട്ട് റൊട്ടേഷണൽ, റൈറ്റ്. അല്ലെങ്കിൽ ഇറൊട്ടേഷണൽ ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം, ഇറൊട്ടേഷണൽ. സിമിലർലി സെക്കൻഡ് ഫീൽഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇതിന് റൊട്ടേഷൻ കറസ്പോണ്ടിംഗ്ലി ഉണ്ട്, റൈറ്റ്. ഇതിനകത്ത് ഡെഫിനറ്റ്ലി റൊട്ടേഷൻ ഉണ്ട്. സിമിലർലി സെക്കൻഡ് ഫീൽഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫീൽഡ് റൊട്ടേഷണലാണ്, റൈറ്റ്. ഇത് ഒരു ആംഗിളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റൊട്ടേഷണലാണ്. ബട്ട് സോളിനോയിഡൽ പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇതൊരു പോയിന്റിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന കണക്കാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും ഡെൽ ഡോട്ട് എഫ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊട്ടേഷണൽ ആൻഡ് സിമിലർലി നോട്ട് സോളിനോയിഡൽ. നോട്ട് സോളിനോയിഡൽ എന്ന് പറയുമ്പോൾ ഇത് ലീവ് ചെയ്ത് പോകുന്നതാണ്. സോ മൂന്നാമത്തെ ഫീൽഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇത് റൊട്ടേഷനാണ്, റൈറ്റ്. ഒരു ആംഗിളിലാണ് ഇത് വന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഒരു സ്ലോപ്പോട് കൂടി വന്ന് പോവാണ്, അപ്പോൾ അതുകൊണ്ട് റൊട്ടേഷനാണ്. ഇനി ഡൈവർജൻസിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇതെല്ലാം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നോട്ട് സോളിനോയിഡലായിരിക്കും, അല്ലെങ്കിൽ ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സിമിലർലി ഡെൽ ക്രോസ് എഫ്, റൈറ്റ്. റൊട്ടേഷനാണെന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് എഫ് ആണ്, ഡെൽ ക്രോസ് എഫ് ആൾസോ നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് നോട്ട് സോളിനോയിഡലുമായി, സിമിലർലി റൊട്ടേഷണലുമായി. ഈ കേൾ എഫ് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ കേൾ ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ ചെക്ക് ചെയ്തപ്പം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, ഇതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു തിയറമാണ് സ്റ്റോക്സ് തിയറം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ ചെക്ക് ചെയ്യാം. എനിവേ അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റോക്സ് തിയറം റിലേറ്റ് ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലായിട്ടാണ്, റൈറ്റ്. സോ അവിടെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എൽ, ഇതൊരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്, റൈറ്റ്. സർക്കുലേഷനുള്ള ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്, ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. ഇത് സർഫസ് ഇൻ്റഗ്രലാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക, ഒരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ സർക്കുലേഷൻ ഓഫ് എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് ചെക്ക് ചെയ്യാം. ഫൈൻഡ് ദ ഡൈവർജൻസ് ആൻഡ് കേൾ ഓഫ് എ ഈക്വൽ ടു 2xy ax പ്ലസ് x²zay പ്ലസ് z³ az. സോ ഫസ്റ്റ് നമുക്ക് ഡൈവർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽ ഡോട്ട് എ ഈക്വൽ ടു
ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എ ഇസെഡ്. റൈറ്റ്, എ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ കമ്പോണൻറ്റ്. സോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 2y. റൈറ്റ്, 2y പ്ലസ് ഇവിടെ വൈൻ്റെ വേരിയബിൾ അല്ലെങ്കിൽ വൈൻ്റെ കമ്പോണ്ട് അല്ലെങ്കിൽ വൈന്ന ടേം ഇതിനകത്തില്ല. സോ അതുകൊണ്ട് ഇത് 0 ആയി. സിമിലർലി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3z² ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, അപ്പോൾ 2y പ്ലസ് 3z² ആണ് ഇതിൻ്റെ ഡൈവേർജൻസ്. നെക്സ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്. കേൾ ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ കേൾ ഫംഗ്ഷൻ ഡയറക്റ്റ്ലി എഴുതുകയാണ്. ഡെൽ ക്രോസ് എ ഈക്വൽ ടു എ എക്സ്, റൈറ്റ്, എ എക്സ്, എ വൈ, എ ഇസഡ്. ഇനി ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ഓരോ കമ്പോണൻസ് ഇവിടെ 2xy, റൈറ്റ്, 2xy. നെക്സ്റ്റ് x² ഇസഡ്, നെക്സ്റ്റ് ഇസഡ് ക്യൂബ്. ഇനി ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യുക. സോ എ എക്സ്, റൈറ്റ്, എ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് ക്യൂബ് ദാറ്റ് ഈസ് 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് x² ഇസഡ് ദാറ്റ് ഈസ് x². റൈറ്റ്, നെക്സ്റ്റ് പ്ലസ്, പ്ലസ് അല്ല നെഗറ്റീവ്, റൈറ്റ്, നെഗറ്റീവ് മൈനസ് എ വൈ. അടുത്ത ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് ക്യൂബ് ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2xy ദാറ്റ് ഈസ് അഗെയിൻ 0. റൈറ്റ്, നെക്സ്റ്റ് പ്ലസ് എ ഇസഡ്. നെക്സ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് x² ഇസഡ് ദാറ്റ് ഈസ് 2x ഇസഡ്, റൈറ്റ്, മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2xy ദാറ്റ് ഈസ് 2x. റൈറ്റ്, സോ ഇത് ഫൈനൽ ആൻസർ വരുന്നത് മൈനസ് x² ax മൈനസ് x² ax മൈനസ്, മൈനസ് അല്ല ഇവിടെ മൈനസ് എവിടെ ടേംസ് ഒന്നുമില്ല. സോ പ്ലസ് എ ഇസഡ് ഇൻറ്റു 2x ഇസഡ് മൈനസ് 1. റൈറ്റ്, 2x ഞാൻ കോമൺ ആയിട്ട് എടുത്തു. സോ 2x ഇസഡ് മൈനസ് 1. സോ മൈനസ് x² ax പ്ലസ് 2x ഇസഡ് മൈനസ് 1 ഇൻറ്റു എ ഇസഡ് ആയിട്ട് നമുക്ക് വന്നു. റൈറ്റ്, സോ നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ സ്റ്റോക്സ് തിയറത്തിൻ്റെയും ഡൈവർജൻസ് തിയറത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും പ്രോബ്ലംസും ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.